ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് ചിലവർ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തൊക്കെ പോകുന്നവരുണ്ട്. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. ഇത്ര മുഖംമൂടി വെച്ച് ധരിച്ച് നിന്നാലും 5 ദിവസം 6 ദിവസം പിടിച്ചിരിക്കുക. പിന്നെ നമ്മൾ നമ്മളായിട്ട് തന്നെ മാറുകയാണ്. എത്ര ബിഗ് ബോസ് കഴിഞ്ഞാലും സീസൺ 7 തന്നെയാണ്. രേണു നമസ്കാരം. ഞാൻ ഈ ബിഗ് ബോസിലൂടെ രേണുവിനെ കണ്ടപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം രേണു അതിൽ എത്തിയെന്ന് പറഞ്ഞപ്പം നമ്മളെപ്പോലുള്ളവർക്ക് സന്തോഷമാണ്. കാരണം അതിൽ വിന്നറാകുകയാണെങ്കിൽ വലിയൊരു എമൗണ്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പം അതെന്തായിരുന്നു അതിലുള്ള യാത്ര എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിലോട്ട് എന്നെ ക്ഷണിച്ച് ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് ചിലവർ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തൊക്കെ പോകുന്നവരുണ്ട്. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. ഇങ്ങോട്ട് വിളിച്ചത് തന്നെ ബിഗ് ബോസ് തന്നെ അവരിങ്ങോട്ട് വിളിച്ചു. ഞാൻ ആ സമയത്ത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ കസിൻസ് പറഞ്ഞു, എടി പോണം, അവർ വിളിച്ചതല്ലേ, ഇതൊക്കെ ലോകത്ത് ലക്ഷങ്ങളിൽ 10 പേർക്ക് 20 പേർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ബിഗ് ബോസ്. ഞാൻ ചെന്നങ്ങ് കയറി കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ ചെല്ലുക, അവിടെ 2 ദിവസമൊക്കെ ഓക്കെയാണ്. 3 ദിവസം നമ്മൾ നമ്മുടെ ക്യാരക്ടറൊക്കെ വിട്ടുപിടിക്കാൻ പറ്റും. 4ാമത്തെ ദിവസത്തെ ക്യാമറ നമ്മൾ വിടും, മറക്കും. കാരണം 75 ക്യാമറയാണ് ചുറ്റും കറങ്ങുന്നത്. സൂം ചെയ്യുന്ന ക്യാമറയുണ്ട്. നമ്മൾ അവിടെ അടക്കം പറഞ്ഞ ഇവിടെ മൈക്കാണ്. കുണുകുണുകുണാന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്ക് കേൾക്കാം. തൊട്ട് നമ്മൾ കിടക്കുന്നതിന്റെ താഴെ സ്പീക്കറുണ്ട്. എല്ലാം നമ്മൾ ചെറുതായിട്ട് പറഞ്ഞപ്പോൾ അവിടെ കേൾക്കാം. അപ്പം അതൊക്കെ നമ്മളങ്ങ് വിടും. പിന്നെ നമ്മൾ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പലരുടെയും സംശയമാണ്, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ അവിടെ കയറുന്നതിന്റെ തലേന്ന് തന്നെ അവർ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മേടിച്ച് വെക്കുന്നില്ല. നമ്മൾ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം നമുക്കത് തരത്തുള്ളൂ. അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ 2026 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറേ നാൾ മുന്നേ, നമ്മൾ ആധുനിക കാലഘട്ടം, നമുക്ക് എല്ലാവരും എവിടെ പോലും നമ്മുടെ കൈ ഫോൺ കാണും. നമ്മുടെ മൈൻഡും എല്ലാം അത് തന്നെ. അതൊന്നും ഇല്ലാതെ നമ്മൾ ഈ 10-20 പേര് എന്നും ഇവരുടെ മുഖം തന്നെ കാണുക, അങ്ങോട്ട് തിരുമ്പോ ഇത് തന്നെ കാണുക. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനുകളിൽ ഇറങ്ങി, അല്ലാതെ മനഃപൂർവ്വം സ്ക്രിപ്റ്റ് എഴുതുന്നതോ സ്ക്രിപ്റ്റോ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ലേ, തന്നെയാണ് ബിഗ് ബോസ്. ക്യാമറ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ക്യാമറ ഉണ്ട്. ഇത് നമ്മൾ അറിയാത്ത ക്യാമറ അല്ല, അറിയുന്ന ക്യാമറ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മുടെ ക്യാരക്ടർ മാറി മാറി വരുന്ന ക്യാരക്ടർ സുതാര്യമായിട്ട് വരുവാണ്. നമ്മുടെ ക്യാരക്ടർ എത്ര മുഖംമൂടി വെച്ച് ധരിച്ച് നിന്നാലും 5 ദിവസം 6 ദിവസം പിടിച്ചിരിക്കുക. പിന്നെ നമ്മൾ നമ്മളായിട്ട് തന്നെ മാറുകയാണ്. അവിടെയാണ് നമുക്ക് പറ്റുന്നത്. ലാലേട്ടനെ ആദ്യമായി കണ്ടപ്പോൾ എന്തായിരുന്നു ഒരു ഇത്? ലാലേട്ടനെ ഞാൻ സുധിച്ചേട്ടൻ്റെ ഒക്കെ കൂടെ ഒരു അവാർഡ് നൈറ്റിന് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഓഡിയൻസ് സിനിമ ഇറങ്ങിയ സമയത്ത് എത്ര വർഷം മുന്നേ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഒരു രേണു സുധി കാണുന്നതിനേക്കാളും ഉപരി അദ്ദേഹത്തെ പോലെ വലിയൊരു ലെജൻഡ് രേണു സുധി, അല്ലെങ്കിൽ നമ്മളെ പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക കാര്യമാണ്. വലിയ സംഭവം തന്നെയാണ് അദ്ദേഹം നമ്മളെ വിളിക്കുക. ഇനിയിപ്പോൾ എവിടെ ചെന്നാലും എന്നെ തിരിച്ചറിയാം അദ്ദേഹത്തിന്. എന്തായാലും എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പം ബിഗ് ബോസിൽ വന്നില്ലെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും. അത് കാരണം 24 മണിക്കൂർ അവരെ എന്തായാലും ഫോൺ നോക്കും. ലാലേട്ടൻ്റെ ഫോൺ നോക്കുന്നവരല്ലേ, അവർക്കറിയാം. എന്തായാലും ബിഗ് ബോസിൽ വന്നുകൊണ്ട് തന്നെ എന്തായാലും എന്നെ തിരിച്ചറിയുന്നുള്ള ആ ഒരു സന്തോഷം എത്ര ബിഗ് ബോസ് കഴിഞ്ഞാലും സീസൺ 7 തന്നെയാണ്. അതും 7ന്റെ പണിയുള്ള സീസൺ. ഞങ്ങളൊക്കെ ചെന്ന പെട്ട സീസൺ 7 എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാല് പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 7ന്റെ പണിയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സീസൺ 7 ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഞങ്ങളെ ആരെയും മറക്കത്തില്ല. ലാലേട്ടൻ വഴക്ക് പറഞ്ഞായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ 7 എവിക്ഷൻ ചെയ്യാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണു സുധി. ബിഗ് ബോസ് വോക്കൗട്ട് ചെയ്ത് എനിക്ക് വേണം. കാരണം ലാലേട്ടൻ തന്നെ എൻ്റെ എപ്പിസോഡിൽ എന്നെ എവിക്ഷൻ ചെയ്ത സമയത്ത് പറയുന്നുണ്ട്, രേണു സുധി ഇതൊരു പ്രത്യേക എവിക്ഷനാണ്, ഒട്ടും പറ്റുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് നമുക്ക് സങ്കടം തോന്നിച്ചിട്ടാണ് ഇവരെ പുറത്തു വിടുന്നത്. അല്ലാതെ നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അത് കാണിക്കുകയും ചെയ്ത വോട്ടിംഗ് അനീഷ്, അനു, എനിക്ക് ഇത്രയും പേർക്കായിരുന്നു വോട്ടിംഗ് കൂടുതലും. വഴക്ക് പറഞ്ഞായിരുന്നെ മുടി മുറിക്കാൻ പറ്റുമോ? അത് ലാലേട്ടാ ഞാൻ ഇത് വെച്ചേക്കുവാണ്, എന്താ ഒരു എക്സ്റ്റൻഷൻ, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് നമുക്കൊക്കെ ഭയങ്കര തീയാണ്, ചങ്കിനകത്ത് തീയാണ്. ചങ്കിനകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞ ചങ്കിനകത്ത് തീയാണ്. അന്നാണ് നമുക്ക് ഒരുങ്ങാൻ മേക്കപ്പ് സാധനം ഒക്കെ കിട്ടുന്ന പോലും. അന്ന് നല്ലൊരു തുണി എടുക്കാൻ പറ്റും. കാരണം സീസൺ 7 കഠിനമായിട്ടുള്ള സീസൺ. 7ന്റെ പണിയായിരുന്നു. നമുക്കൊരു യൂണിഫോം ഉണ്ടായിരുന്നു. എനിക്കൊരു റെഡും ഒരു മഞ്ഞ പാൻറ്റും. അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേന് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി വന്നു. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ കിട്ടി. എന്നാലും യുദ്ധമായിരുന്നു അതിനകത്ത്. ഒരു യുദ്ധം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടോ, ശരിയാണോ? പൊട്ടിക്കരഞ്ഞ നിമിഷമുണ്ട്. അതുപോലെ എന്താ പറയാ, തന്നെ ഇരുന്ന് കരഞ്ഞു. അത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അവര് ലാലേട്ടനൊക്കെ ഇടവിട്ട് പുറത്ത് വിട്ടത് തന്നെ.
കാരണം എനിക്ക് അതിനകത്ത് പറ്റത്തില്ല, എനിക്ക് എനിക്ക് പോകണം. എനിക്ക് മാക്സിമം ഞാൻ പിടിച്ചേക്കാൻ നോക്കിട്ട് ഒന്നും പറ്റുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരാഴ്ച നിൽക്കുന്നവർ പോലും 2 ആഴ്ച നിൽക്കും. ഞാൻ 35 ദിവസം നിന്നു. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ തലയ്ക്കകത്ത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് അല്ല, രേണുസുതി കൺഫെഷൻ റൂമിലേക്ക് വരിക, ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. സത്യം, ആരോട് വേണം ചോദിച്ചോളൂ. നമ്മുടെ മൈൻഡ് ഓൾറെഡി അതിലേക്ക് ഇതായിപ്പോയി, സിങ്ക് ആയിപ്പോയി. നമുക്ക് ഉറങ്ങുമ്പോഴും ചിലപ്പം മൈക്ക് ഓൺ ആക്കൂ, ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്ന് ഇറങ്ങിയതിന് ശേഷവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബിഗ് ബോസ് ആണ് കുറച്ച് നാൾ നമ്മുടെ തലയ്ക്കകത്ത് നിയന്ത്രിക്കുന്നത്. നമ്മുടെ തലച്ചോറിൽ മുഴുവൻ ബിഗ് ബോസ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. കുറെ നാൾ ആരോടും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സുഹൃത്തുക്കൾ അപ്പോൾ അവർക്ക് ഇതെന്താ ജാടയല്ല, കുറച്ച് നാളത്തേക്ക് നമ്മൾ മൈൻഡ് ഔട്ടാണ്. ഒരു 2 ആഴ്ച വേറൊരു ലോകമാണ്. അപ്പം 100 ദിവസം നിന്നോട് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അവര് വിന്നറുമായി. ശരിക്കും പറഞ്ഞാൽ രേണുവിന് അത് പറ്റുമായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. പുറമേ ഉള്ളവരിപ്പം പറയും എനിക്ക് വോട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വോട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ വോട്ടും അവർ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് വിന്നറുമായി റണ്ണറപ്പുമായി. എനിവേ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എല്ലാരും പറഞ്ഞ ഞാനും ആ കൂട്ടത്തിൽ ഒരു സെക്കൻഡ് എങ്കിലും ആകുമായിരുന്നു ഇങ്ങനെ പറയുന്നത്. എന്തായാലും എനിവേ അത് നമ്മുടെ വിധി, അല്ലെങ്കിൽ നമുക്ക് അത് പറ്റുന്നില്ല. നമ്മുടെ മൈൻഡ് അതാണ്. ഈ പറയുന്ന പോലെ ഇപ്പൊ എന്നെ ഒരുപാട് പേര് കാണാൻ വരുന്നവരൊക്കെ പറയുന്നത്, ഇവിടെ തന്നെയല്ല, ഞാൻ ബഹ്റൈനിൽ പോയിട്ടുണ്ട്, ദുബായില് ഒരുപാട്, ബഹ്റൈനിലൊക്കെ ഇത് തന്നെ ബാർ റെസ്റ്റോറന്റ് തന്നെ ഞാൻ ഇനോഗ്രേഷൻ ചെയ്തു. അവിടെയൊക്കെ അന്നും നമുക്ക് ഈ യുദ്ധവും കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് 2 മാസം മുന്നേ ഒരുപാട് മലയാളികൾ ഇടിച്ചു കയറിയിട്ട് അവർ പറഞ്ഞു ഞങ്ങള് ഉദ്ദേശിച്ച രേണുസുതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേറൊരു ലെവലാണ് അവരുടെ മനസ്സിൽ. പക്ഷെ നിങ്ങൾ ഇത്ര സിമ്പിളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്നവരും അങ്ങനെ പറയും. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഗ്രാമിന് മേക്കപ്പ് ചെയ്യാൻ വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും പറയും, അവർക്ക് ആദ്യം വരുമ്പോൾ ഒരു ചക്ക രേണുസുതിയാണോ, അവരെങ്ങനെ മേക്കപ്പ് ചെയ്യാനാ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഉണ്ടായിരിക്കും. ഞാനും ഇങ്ങനെ ഇച്ചിരി ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഒന്നും മിണ്ടിയാൽ മതി, പിന്നെ തീർന്നു. പിന്നെ അവരോട് അവര് തന്നെ അത് പറയാറുണ്ട്. വളരെ സിമ്പിൾ ആണ്, ഒരു ഹെഡ് വെയിറ്റും ഇല്ല. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. കാരണം ആൾക്കാർ ഓരോരുത്തർ കെട്ടഞ്ഞ് ശ്രമിക്കുകയാണ്. തെറി കേട്ടിട്ടാണല്ലോ ഒന്ന് റീച്ച് കയറണം. ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ എവിടെ തൊട്ടാലും മറ്റേ പടക്കം പോലെ വിവാദം, പടക്കം പൊട്ടിക്കുന്ന പോലെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.